നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എന്നത്തെയും പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ വളരെ എളുപ്പത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഒരു നാടൻ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഉണക്കച്ചെമ്മീനും പിന്നെ തേങ്ങയൊക്കെ വെച്ചിട്ട് നല്ല എളുപ്പത്തിൽ നിന്ന് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ ഒപ്പം ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണമെന്നില്ല. ഇത് കൂട്ടി തന്നെ അതിൽ നമുക്ക് ഊണഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു ചമ്മന്തി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പിടി ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഒരു പിടി ചെമ്മീൻ്റെ തലയും വാലും ഇതൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇപ്പം ഇങ്ങനെ വറക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം നനവ് ഒന്ന് പോവാനായിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷമാണ് എണ്ണ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കുക. ആ വെള്ളം നനവ് ഒന്ന് പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ വെളിച്ചെണ്ണ ഏത് ഓയിലാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു നാടൻ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഇതിൽ വെള്ളം നനവൊക്കെ പോയതിന് ശേഷം ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെമ്മീൻ എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് വെക്കുമ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെ പൊട്ടണം. നല്ല തണുത്ത പോലെ ഇരിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാവണ വരെ ഇത് നന്നായി വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അങ്ങനെ വെളിച്ചെണ്ണയിലിട്ടിട്ട് ചെമ്മീൻ നന്നായിട്ട് വറുത്തെടുത്ത ശേഷം അത് കോരി മാറ്റി വയ്ക്കുക. അതിനുശേഷം ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് ഒരു 5 or 6 ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ചെറിയുള്ളിയുടെ ഇതുപോലെ കളറാവണ വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചമ്മന്തിയിലേക്ക് പുളിക്കായിട്ട് ഒരു 3 or 4 ചെറിയ കഷ്ണം മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ചെറിയ കഷ്ണമാണ് മാങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ നിങ്ങളുടെ മാങ്ങയുടെ പുളിക്കനുസരിച്ചും പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം പുളി ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള എരിവിനായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മാറ്റം വരുത്താം. അപ്പോൾ ഞാനിവിടെ ഒരു 2.25 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആവശ്യത്തിനൊക്കെ എരിവുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം. എന്നിട്ട് മുളക് പൊടി മൂക്കണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 30 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിനുശേഷം മുളക് പൊടി നന്നായി മൂത്ത മണം വരുമ്പോൾ നമുക്കിതിലോട്ട് 1/2 കപ്പ് ചിരകിയിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ നാളികേരം ഒരു 35-40 സെക്കൻഡോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനില്ലേ, ആ ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പം അതിനുശേഷം നമ്മൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുക്കാത്ത കാരണം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ബൗളിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ ഇത് എത്രത്തോളം അരയ്ക്കണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കുക. ഇത് അങ്ങനെ നന്നായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൽ വെള്ളമൊന്നും കൂട്ടേണ്ട. നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇത് വെറുതെ ഒന്ന് ഇട്ടിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മാത്രമല്ല ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ ഒപ്പം മറ്റു കറികളൊന്നും വേണമെന്നില്ല. നമുക്കിത് മാത്രം കൂട്ടിയിട്ടും ഊണ് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ നാടൻ ചമ്മന്തി വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും ചെയ്യണം. അതുമാത്രമല്ല ഇത് മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ചെയ്യുന്നു വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് നല്ല നല്ല റെസിപ്പികളായിട്ട് നമുക്ക് കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്.